ഷാഫിയുടെ വലത് കരത്തിന്റെ മേളിലാണ് അടികൊണ്ടിരിക്കുന്നത്. തലയ്ക്കടി ഏറ്റിട്ടില്ല. പോലീസ് മനഃപൂർവ്വം ഷാഫിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അത് ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അടി എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ പറയുന്നതാണ്. മൂക്കിൽ രക്തമൊലിപ്പിച്ച് നിൽക്കുന്ന ചിത്രം കണ്ട കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം തെരുവിലിറങ്ങി. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകിൽ പോയി മുൻ DCC അധ്യക്ഷൻ നിൽക്കേണ്ട ആവശ്യം എന്താണ്? തലയ്ക്കടിയേറ്റാൽ മൂക്കിൽ നിന്ന് ചോര വരുമോ? ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് സമരത്തിനിറങ്ങി കഴിഞ്ഞാൽ കോൺഗ്രസ് നാണം കെട്ട് പോകത്തേ ഉള്ളൂ. നമസ്കാരം. വടകര MP ഷാഫി പറമ്പിൽ ഇന്നലെ അതിശക്തമായ ഒരു പ്രക്ഷോഭം നേരിട്ടായിരുന്നു. അതിന്റെ മുമ്പിൽ നയിച്ച നേതാവായിരുന്നു. അപ്പം ഇന്നലെ ആ ഒരു പ്രകടനത്തിന്റെ ഇടയിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടായിരുന്നു. അപ്പൊ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് തലക്ക് കൊണ്ടു എന്ന് പറയുന്നുണ്ട്, മറ്റൊരു കാരണം പറയും തലക്കല്ല ഷോൾഡറിനാണ് കൊണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഇതിന്റെ സത്യാവസ്ഥ ഷാഫിക്ക് മാത്രമേ പറയാൻ പറ്റൂ. എവിടെയാണ് തല്ല് കൊണ്ടത് എന്നുള്ളത് തല്ല് കൊണ്ടവന് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഷാഫി പറയുന്നത് ഷാഫിക്ക് മൂക്കിനാണ് തല്ല് കൊണ്ടത് എന്നാണ് പറയുന്നത്. അതായത് മൂക്കിനടി കിട്ടി, മൂക്കിൽ നിന്നാണ് ചോര വന്നുകൊണ്ട്. ഇനി തലയ്ക്കടി കിട്ടിയിട്ട് മൂക്കിൽ നിന്ന് ചോര വന്നതാണോ എന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു തുണിക്ക് തുടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മൂക്കിൽ നിന്ന് ചോര വരുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആശുപത്രിയിലേക്ക് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് മൂക്കിലൊക്കെ ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങാൻ സാധ്യതയില്ല. ഏറ്റവും കുറഞ്ഞ ആശുപത്രിയിലെത്തി മരുന്നൊക്കെ വെച്ച് ഒരു 1-2 മണിക്കൂർ കഴിയാതെ ആ ഒരു ഓട്ടം നിൽക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. ചോര നിൽക്കത്തില്ല, ചോര ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഷാഫിയെ സംബന്ധിച്ച് ഷാഫിയുടെ ശരീരപ്രകൃതിയൊക്കെ വെച്ചിട്ട് ഒരു പക്ഷേ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് തൂത്ത് കഴിയുമ്പോൾ തന്നെ ആ മുറിവ് അങ്ങോട്ട് ഉണങ്ങിപ്പോകുന്ന എന്തെങ്കിലുമൊക്കെ മാന്ത്രികത അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. രാവിലെ ഒരുപാട് ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും കൂടെ വരുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് എല്ലാം മനസ്സിലാകും ഷാഫിയുടെ വലത് കരത്തിന്റെ മേളിലാണ് അടികൊണ്ടിരിക്കുന്നത്. തലയ്ക്കടി ഏറ്റിട്ടില്ല. എല്ലാവരും പറയുന്നത് ഷാഫിക്ക് മർദ്ദനം ഏറ്റിരിക്കുന്നു. ഇന്നലെ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഷാഫിയെ മർദ്ദിക്കുന്ന രംഗം, ഈ മർദ്ദനവും അടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ പോലീസ് വട്ടം കൂടി നിന്നുകൊണ്ട് ഒരാളെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിനാണ് മർദ്ദനം എന്ന് പറയുന്നത്. മറിച്ച് ഈ അടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘർഷം നടക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും അടി കിട്ടാം. അങ്ങോട്ട് തള്ളിക്കയറുകയാണ്. പോലീസിന് നേരെ തള്ളിക്കയറാൻ ചെല്ലുന്ന ഒരു ജനക്കൂട്ടം. ആ ജനക്കൂട്ടത്തിന് നേരെ സ്വാഭാവികമായിട്ടും പോലീസ് ലാത്തി വീശത്തില്ലേ? അത് ലാത്തി വീശുമ്പോഴത്തേക്ക് അവിടെ MP ആണോ MLA ആണോ മന്ത്രിയാണോ എന്നൊന്നും നോക്കത്തില്ല. ഇതിനു മുമ്പ് ഹൈബി ഈഡൻ സെക്രട്ടേറിയറ്റിനോട് വെച്ച് അടികൊണ്ട് സെക്രട്ടേറിയറ്റിന് അകത്ത് നിൽക്കുന്ന ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ ഇന്നലത്തെ ഷാഫിക്ക് കിട്ടിയ അടി അത് മനഃപൂർവ്വമാണ് എന്ന് പറയുന്നതിൽ പോലീസ് മനഃപൂർവ്വം ഷാഫിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ മുറിവിന്റെ പേരിലുള്ള തർക്കമാണ്. ചിലർ പറയുന്നു തലയ്ക്കടി കൊണ്ടുവന്ന്, ചിലർ പറയുന്നു മൂക്കിനടി കൊണ്ടുവന്ന്, ചിലർ പറയുന്നു വലത് കരത്തിന് മുകളിലാണ് അടി കൊണ്ടിരിക്കുന്നത്. വലതുപക്ഷ മാധ്യമ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാഫിക്ക് മർദ്ദനമേറ്റു എന്നാണ്. അതായത് ഒരു സംഘർഷം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ലാത്തിക്ക് ഒരു കൊട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ള രീതി തന്നെയാണ്. ഇന്നലെ ശരിക്കും എന്താണ് പേരാമ്പ്രയിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ CKG കോളേജിലേക്ക് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പ്. ഈ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് അവിടെ SFI ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുക സാധാരണമാണ്, പതിവാണത്. കോളേജിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പെട്ടെന്ന് വൈകാരികമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അത് പിന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് അവിടെ അവസാനിച്ചു പോവുകയുമാണ് പതിവ്. പക്ഷേ ഈ പതിവിന് വിപരീതമായിട്ട് ഷാഫി പറമ്പിൽ MPയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ മുൻ KSU സംസ്ഥാന പ്രസിഡന്റായിരുന്ന KM അഭിജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ജനക്കൂട്ടം ഈ കോളേജിനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന അല്ലെങ്കിൽ പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് തൊട്ടു മുമ്പ് CPMന്റെ പ്രകടനം ഉണ്ടായിരുന്നു. ഈ CPMന്റെ പ്രകടനവും കോൺഗ്രസിന്റെ പ്രകടനത്തെയും നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? പോലീസിനാണ്. അനാവശ്യമായിട്ട് ഇരുപക്ഷങ്ങളെയും പ്രകോപനം ഉണ്ടാക്കാതെ മാറ്റിവിടേണ്ട ഉത്തരവാദിത്വം പോലീസിന്റെയാണ്. മറിച്ച് അവിടെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുകയും അവിടെ എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അത് പോലീസിനാണ് വരിക. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന്റെ ഉത്തരവാദിത്വം മാത്രമേ അവിടെ നിറവേറ്റിയിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് രാവിലെ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. ആ സംഘർഷ സ്ഥലത്ത് നിന്നുകൊണ്ട് ആളുകൾ പോലീസിനെ ഇങ്ങനെ തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോൾ വന്നിരിക്കുന്ന ഒരു അടിയാണ്. അത് ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അടി എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ പറയുന്നതാണ്, അല്ലെങ്കിൽ ഷാഫിക്ക് ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഷാഫിക്ക് ഒരു ഫാൻ ഗ്രൂപ്പിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. കാരണം ഇന്നലെ ഷാഫി മൂക്കിൽ രക്തമൊലിപ്പിച്ച് നിൽക്കുന്ന ചിത്രം കണ്ട കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം തെരുവിലിറങ്ങി. ഒരു വലിയ കലാപ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നലെ രാത്രി കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ഷാഫി എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഫിയെ സംബന്ധിച്ച് ഷാഫിയുടെ ഇമേജിന് ചെറിയ കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യാജനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈക്കോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ പിന്തുണച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്തൊക്കെ ന്യായീകരണങ്ങൾ ആരൊക്കെ നിരത്തിയാലും, ഏതൊക്കെ സാംസ്കാരിക നേതാക്കന്മാർ പിന്തുണച്ചു വന്നാലും, ആരൊക്കെ എന്തു പറഞ്ഞു വന്നു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത്
ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ജനപ്രതിനിധി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എന്തുവായി പറയുന്നത്? കാരണം എന്താ വെച്ചാൽ കൊച്ചു പിള്ളേർ പോലും ചെയ്യാത്ത അത്രയും ഒരു സെക്ഷൽ സൈക്കോ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിൽ നടത്തിയ ശ്രമങ്ങൾ ഈ പൊതുസമൂഹം ചർച്ച ചെയ്യാതെ പോവോ? ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേൽ വീണിരിക്കുന്ന കരിനിഴൽ അത് കരിനിഴലായി തന്നെ തുടരും. അതിനൊരു മാറ്റവും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇന്ന് രാവിലെ ഇപ്പോ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ BMH ഓടിയെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തൊട്ടുപുറകിൽ നിൽക്കുന്നവരാണ് കോഴിക്കോട് മുൻ DCC പ്രസിഡന്റ് KC അബു, പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാര്. അപ്പോൾ ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകിൽ പോയി മുൻ DCC അധ്യക്ഷൻ നിൽക്കേണ്ട ആവശ്യം എന്താണ്? കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പത്രസമ്മേളനത്തിന്റെ പുറകിൽ പോയി നിൽക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളെ എന്തിനാണ് പാർട്ടി പിന്തുണച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വരുന്നത്? ഇതിലൂടെ കോൺഗ്രസിന് കേരളത്തിൽ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്നാണോ? കോൺഗ്രസ് എന്താണ് പറയുന്നത്? കോൺഗ്രസ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ശബരിമല വിഷയം വലിയ ഒരു ബോംബായിട്ട് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതല്ല എന്നവർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എന്താണ് പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയിലെ ദേവസ്വം ഉദ്യോഗസ്ഥരുമാണ് ഈ കേസിലെ പ്രതികൾ. 6 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണം. 6 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കും വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള നിബന്ധനകൾ വെച്ച് ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ദേവസ്വം മിനിസ്റ്റർ രാജിവെക്കണമെന്നും എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്താനിരുന്ന സമരങ്ങളെല്ലാം പൊളിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ പോലും രേഖപ്പെടുത്താത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നുള്ള വസ്തുത ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. ഇനി 6 ആഴ്ചകൾക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോവുക? ഈ തെളിവുകളെല്ലാം കൃത്യമായി ശേഖരിച്ച് ഒരു വിധി പ്രഖ്യാപനം പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കുറ്റക്കാരായിട്ട് വരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും 9 ഉദ്യോഗസ്ഥരും. ഈ ഉദ്യോഗസ്ഥരിൽ പലരും ദേവസ്വം സ്റ്റാഫ് എംപ്ലോയീസ് കോൺഗ്രസിന്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് വീണ്ടും പൊളിയാൻ പോവുകയാണ്. ഈ ശബരിമലയിൽ സ്വർണ്ണമോഷണം നടന്നു, അയ്യന്റെ സ്വർണം കട്ടു എന്നൊക്കെ പറയുന്ന വാദങ്ങൾ പൊളിയാൻ വേണ്ടി പോവുകയാണ്. അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇപ്പോഴുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഷാഫിയെ സംബന്ധിച്ച് ഷോ കാണിക്കാൻ മിടുക്കനാണ്. എവിടെയും ഷോ കാണിക്കാൻ മിടുക്കനാണ്. അങ്ങനെ ഷോ കാണിച്ചുകൊണ്ടാണോ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തേണ്ടത്? ഇത് ഇന്ന് തന്നെ പൊളിഞ്ഞു പോയില്ലേ? രാഹുൽ മാങ്കൂട്ടം ഷാഫിയെ പറമ്പിലിനെ കാണാൻ എത്തിയതോട് എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാം ഒരുപാട് പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട്. 2-3 മാധ്യമങ്ങൾ ഒക്കെ രാവിലെ തന്നെ പറയുന്നുണ്ട് ഷാഫിക്ക് അടിയേറ്റുമെന്ന്. കണ്ണട വെച്ച് നോക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ലെൻസ് വെച്ച് നിങ്ങൾ നോക്കണം അടിയേറ്റിരിക്കുന്ന എവിടെയാണെന്ന്. തലയ്ക്കാണെന്ന് പറയുന്നു, മൂക്കിനാണെന്ന് പറയുന്നു. ഇന്നലെ മൂക്കിൽ നിന്ന് എങ്ങനെയാണ് ചോര വരുന്നത്? തലയ്ക്കടിയേറ്റാൽ മൂക്കിൽ നിന്ന് ചോര വരുമോ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുന്ന കാര്യമാണ്. ഇന്നലെ രാത്രി കലാപത്തിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം സംസ്ഥാനം സൃഷ്ടിക്കപ്പെട്ടെന്നേ. ഇത് കൃത്യമായി പരിശോധിക്കണം. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എഴുതി വിടുന്ന റിപ്പോർട്ടുകൾ എന്താണ് എന്ന് ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അവിടെ എന്തെല്ലാം നടക്കുന്നു എന്നും എല്ലാവർക്കും കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അത് ഇന്നലെ നടന്നിട്ടുള്ള വലിയൊരു കലാപാഹ്വാനത്തിന് സത്യം പറഞ്ഞാൽ കേസെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്നലെ തിരുവനന്തപുരത്ത്, കോഴിക്കോട് T. സിദ്ദിഖ് MLA നേതൃത്വത്തിലാണ് ആക്രമണം നടന്നേക്കുന്നത്. 10ഉം 100ഉം ആളുകളൊക്കെ സംഘടിച്ചു വന്ന് പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാർ വിചാരിക്കുന്ന പോലെയല്ല, നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഷാഫി പറമ്പിലിന് യുവാക്കൾക്കിടയിൽ സ്വീകാര്യതയുണ്ട്, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വലിയൊരു ഫാൻ ഗ്രൂപ്പ് ഉണ്ട്. ഒരു 5000 പേര് മതിയുന്ന കേരളത്തിന് മൊത്തത്തിൽ ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി നടന്ന മുഴുവൻ സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഷാഫി പറമ്പിലിനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. കലാപത്തിന് ആഹ്വാനം നടത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കലാപത്തിന് നേതൃത്വം നൽകാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഷാഫി പറമ്പിലിനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. മറിച്ച് അദ്ദേഹത്തിനൊരു വീര പരിവേഷമൊന്നും നൽകേണ്ട കാര്യമില്ല. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് സമരത്തിനിറങ്ങി കഴിഞ്ഞാൽ കോൺഗ്രസ് നാണം കെട്ടു പോകത്തേ ഉള്ളൂ. CCTV ദൃശ്യങ്ങൾ കൂടുതൽ ഒന്നുകൂടെ ഒന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഇരുന്നൊന്ന് ശരിക്കും കണ്ടു നോക്ക്. അപ്പൊ കാണുമ്പോൾ അറിയാം വലത് കരത്തിന് മുകളിലാണ് അടികൊണ്ടിരിക്കുന്നതെന്ന്. ആ അടികൊള്ളുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യമാണത്. വീണ് കിട്ടിയ ഒരു നിധി പോലെയാണ് ഇതിനെ ഷാഫിയുടെ ആരാധകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിലേക്ക് പാഞ്ഞെത്തിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള, എന്ത് കാര്യത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള, ലൈംഗികാരോപണം, ഗർഭഛിദ്രം തുടങ്ങിയ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു MLA, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു MLA, അയാൾ തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. പാലക്കാട് പോയി ഇവിടെ നിന്ന് തല്ലി മേടിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം ശ്രമിച്ചു, നടന്നില്ല. അപ്പോഴാണ് ഇവിടെ ഷാഫി പേരാമ്പ്രയിൽ പോയി തല്ല് മേടിച്ചിരിക്കുന്നതാണത്. അങ്ങോട്ട് കയറിപ്പോയി. കാരണം പോലീസ് എന്താ മനുഷ്യരല്ലേ? അവരുടെ കയ്യിലിരിക്കുന്ന ലാത്തി എന്താ വെറുതെ പിടിച്ചോണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? അല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അവര് ആംഗ്യം കാണിക്കും, പേടിപ്പിക്കാൻ ശ്രമിക്കും, ചിലപ്പോൾ ലാത്തി വെച്ച് അടിച്ചു എന്നും വരും. അപ്പോൾ സമരത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്ക് തല്ലുകൊള്ളുക സ്വാഭാവികമാണ്. ഷാഫി പറമ്പിലിന് തല്ലുകൊണ്ടു എന്നുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല. കേരളത്തിൽ ഒരുപാട് KSUക്കാരും ഒരുപാട് യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഇതിനു മുമ്പും തല്ലുകൊണ്ടിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഷാഫി
ഈയിടെ ഇന്നലത്തെ ഈ ഷോ നാടകം അത് പൊളിഞ്ഞു കഴിഞ്ഞു. അത് പൊളിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ മൂക്കിൽ നിന്ന് ചോര വന്നു, തലക്കടിയേറ്റയാൾക്ക് മൂക്കിൽ നിന്ന് ചോര വന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിനില്ലേ? അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഷാഫി ഒരു ഷോമാൻ ആണ് എന്ന് പറയുന്നത് ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയായാലും ശബരിമലയും പൊളിഞ്ഞു, ഒപ്പം ഷാഫിയുടെ ഷോയും പൊളിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്.